ഹലോ ഡിയേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസുകളായിട്ടോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 3-4 ടൈപ്പ് സെൻറ്റൻസുകൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ട് ക്ലാസ് കേട്ട് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസുകൾ ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്, ആരും എന്നെ ക്ഷണിക്കാൻ വന്നില്ല എന്ന് നമ്മൾ പറയില്ലേ. ആരും എന്നെ ക്ഷണിക്കാൻ വന്നില്ല, ആരും എന്നെ വിളിക്കാൻ വന്നില്ല, ആരും എന്നെ നോക്കാൻ വന്നില്ല. ഈ ഒരു തരം സെൻറ്റൻസുകൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലേ. അപ്പോൾ ഇതെങ്ങനെ പറയാമെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ആരും എന്നെ ക്ഷണിക്കാൻ വന്നില്ല, ആരും വന്നില്ല. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നോ ബഡി എന്ന് ഉപയോഗിക്കാം കേട്ടോ. ആരും എന്നെ ക്ഷണിക്കാൻ വന്നില്ല. നോ ബഡി കെയിം ടു ഇൻവൈറ്റ് മീ. നോ ബഡി കെയിം എന്ന് വെച്ചാൽ ആരും വന്നില്ല. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആട്ടോ നോ ബഡി എന്നുള്ളത്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചേർക്കരുത് കേട്ടോ. നോ ബഡി എന്നുള്ളത് നെഗറ്റീവ് ആട്ടോ. സോ നോ ബഡി കെയിം ടു ഇൻവൈറ്റ് മീ. ആരും എന്നെ ക്ഷണിക്കാൻ വന്നില്ല എന്നാട്ടോ. ഇനി ആരും എന്നെ വിളിക്കാൻ വന്നില്ല. നോ ബഡി കെയിം ടു കോൾ മീ. നോബഡി കെയിം ടു കോൾ മീ. ആരും എന്നെ വിളിക്കാൻ വന്നില്ല. ഇനി ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല. ഇതെങ്ങനെ പറയാം? ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല. കഴിയില്ല എന്നുള്ളതിന് ക്യാൻ ഉപയോഗിക്കാം അല്ലേ. അപ്പം നോബഡി ക്യാൻ ഹെൽപ്പ് മീ. നോബഡി കനോട്ട് ഹെൽപ്പ് മീ എന്ന് പറയാൻ പാടില്ല കേട്ടോ. നോബഡി ക്യാൻ ഹെൽപ്പ് മീ. നോബഡി എന്നുള്ളത് നെഗറ്റീവാണ്. സോ നോബഡി ക്യാൻ, കഴിയില്ല എന്നായിട്ടോ. നോബഡി ക്യാൻ ഹെൽപ്പ് മീ. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്, ആരും അവളെ കല്യാണം കഴിക്കാൻ വന്നില്ല, ആരും അവളെ കെട്ടാൻ വന്നില്ല. ഇതെങ്ങനെ പറയാം? നോബഡി കെയിം ടു മാരി ഹർ. നോബഡി കെയിം ടു മാരി ഹർ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം നോബഡി വെച്ചിട്ട് എങ്ങനെയാണ് സെൻറ്റൻസുകൾ പറയാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ കെയിം എന്നുള്ളത് കൊണ്ട് വന്നില്ല എന്നായിട്ടോ. ഇങ്ങനെ നമുക്ക് എന്തൊരു കാര്യവും ആരും ചെയ്യാനുണ്ടായില്ല, ആരും ചെയ്യാൻ വന്നില്ല, ആരും എന്നെ മനസ്സിലാക്കിയില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ നോബഡി വെച്ചിട്ട് പറയാവുന്നതായിട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കാം. അവൾ കുറച്ചും കൂടെ പഠിക്കേണ്ടതുണ്ട്. അവൾ കുറച്ചും കൂടെ പഠിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അവൾക്ക് കുറച്ചും കൂടെ പഠിക്കേണ്ടതുണ്ട്. ഷീ നീഡ്സ് ടു സ്റ്റഡി മോർ. എങ്ങനെ പറയാം? ഷീ നീഡ്സ് ടു സ്റ്റഡി മോർ. അവൾ കുറച്ചും കൂടെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അവൾ കുറച്ചും കൂടെ സംസാരിക്കേണ്ടതുണ്ട്. ഷീ നീഡ്സ് ടു ടോക്ക് മോർ. ഷീ നീഡ്സ് ടു ടോക്ക് മോർ. ഓക്കെ അല്ലേ? അപ്പോൾ നീഡ് ആവശ്യമാണ് കേട്ടോ. ഇവിടെ നമുക്ക് വാണ്ട് എന്ന് ഉപയോഗിക്കാം. വാണ്ട് എന്നുള്ളത് എന്താണ്? അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ല, ഒരാഗ്രഹമാണ് കേട്ടോ. ഇവിടെ നീഡ് എന്നുള്ളത് നമ്മൾ കുറച്ച് എന്താണ് അത്യാവശ്യമായിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ നീഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. സോ ഷീ നീഡ്സ് ടു ടോക്ക് മോർ. ഓക്കെ അല്ലേ? ഇനി എനിക്ക് കുറച്ച് എന്താണ് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അല്ലെങ്കിൽ വാങ്ങണം. എങ്ങനെ പറയാം? ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്. ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്. ഓക്കെ അല്ലേ? ഇനി എനിക്ക് എൻ്റെ സിസ്റ്ററിനെ ഒന്ന് കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സിസ്റ്ററിനെ ഒന്ന് സന്ദർശിക്കേണ്ടതുണ്ട്, ഒരാവശ്യമാണ് അല്ലേ. അപ്പം പറയാം ഐ നീഡ് ടു വിസിറ്റ് മൈ സിസ്റ്റർ. ഐ നീഡ് ടു വിസിറ്റ് മൈ സിസ്റ്റർ. ഇവിടെ നമുക്ക് എന്താണ് ഹാവ് ടു എന്ന് ഉപയോഗിച്ചിട്ടും പറയാം കേട്ടോ. ഐ ഹാവ് ടു വിസിറ്റ് മൈ സിസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് എൻ്റെ സിസ്റ്ററിനെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് കേട്ടോ. ചെയ്യേണ്ടതുണ്ട്. ഹാവ് ടു എന്ന് വെച്ചാൽ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഹാവ് ടു ഉപയോഗിക്കാം കേട്ടോ. ചെയ്യേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ ദർ. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു ബൈ സം വെജിറ്റബിൾസ്. എനിക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങേണ്ടതുണ്ട്. ഐ ഹാവ് ടു കോൾ മൈ സിസ്റ്റർ. എനിക്ക് എൻ്റെ സിസ്റ്ററിനെ വിളിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് ഹാവ് ടു വെച്ചിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാണ്ട് ഉപയോഗിക്കാം. ദെൻ നീഡ് ഉപയോഗിക്കാം. നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കവിടെ നീഡും ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. വേറെ എന്തൊക്കെയാണ് നിൻ്റെ അടുത്തുള്ളത് എന്ന് ചോദിക്കില്ലേ. വേറെ എന്തൊക്കെയാണ് നിൻ്റെ അടുത്തുള്ളത്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് നിൻ്റെ കയ്യിലുള്ളത്, വേറെ എന്തൊക്കെയാണ് നിനക്ക് വേണ്ടത്, വേറെ എന്തൊക്കെയാണ് നിനക്ക് ഇനി പറയാനുള്ളത്, വേറെ എന്തൊക്കെയാണ് നിനക്ക് ഇനി കഴിക്കാനുള്ളത്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ ചോദിക്കാമെന്നറിയാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, വേറെ എന്തൊക്കെയാണ് നിൻ്റെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ ഇത് കൂടാതെ വേറെ എന്തൊക്കെയാണ് നിൻ്റെ കയ്യിലുള്ളത്. വാട്ട് എൽസ് ഡു യു ഹാവ്. വാട്ട് എൽസ് ഡു യു ഹാവ്. വാട്ട് എൽസ് എന്നാണ് കേട്ടോ. വേറെ എന്തെങ്കിലും എന്ന് ചോദിക്കാനായിട്ട് വാട്ട് എൽസ് എന്നാണ് ഉപയോഗിക്കുക കേട്ടോ. സോ വാട്ട് എൽസ് ഡു യു ഹാവ് എന്ന് വെച്ചാൽ വേറെ എന്തൊക്കെയാണ് നിൻ്റെ കയ്യിലുള്ളത് എന്നാട്ടോ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് നിൻ്റെ അടുത്തുള്ളത്. ഓക്കെ, ഇനി വേറെ എന്തൊക്കെയാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? വാട്ട് എൽസ് ഡു യു വാണ്ട്. വാട്ട് എൽസ് ഡു യു വാണ്ട്. വേറെ എന്തൊക്കെയാണ് നിനക്ക് എന്താണ് വാങ്ങണം എന്നുള്ളത്, അല്ലെങ്കിൽ നിനക്ക് വേണം എന്നുള്ളത്. വാട്ട് എൽസ് ഡു യു വാണ്ട്. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് വേറെ എന്തൊക്കെയാണ് നിനക്ക് ഇഷ്ടമുള്ളത്? വാട്ട് എൽസ് ഡു യു ലൈക്ക്? വാട്ട് എൽസ് ഡു യു ലൈക്ക്? വേറെ എന്തൊക്കെയാണ് നിനക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത്? വേറെ എന്തൊക്കെയാണ് നിനക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത്? വാട്ട് എൽസ് യു ലൈക്ക് ടു ഈറ്റ്? വാട്ട് എൽസ് യു ലൈക്ക് ടു ഈറ്റ് എങ്കിൽ വാട്ട് എൽസ് യു ലൈക്ക് ടു ഹാവ് എന്ന് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇവിടെ നമുക്ക് വുഡ് യു ലൈക്ക് എന്ന് ഉപയോഗിച്ചിട്ട് പറയാം കേട്ടോ. വാട്ട് എൽസ് വുഡ് യു ലൈക്ക് ടു ഈറ്റ് എന്ന് പറയാം. വാട്ട് എൽസ് വുഡ് യു ലൈക്ക് ടു ഹാവ് എന്ന് പറയാം. ഓക്കെ, വേറെ എന്തൊക്കെയാണ് നിനക്ക് കുടിക്കാൻ ആഗ്രഹമുള്ളത്? വാട്ട് എൽസ് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്? എൽസ് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്? ഓക്കെ, ഇങ്ങനെ പറയാവുന്ന കേട്ടോ. മറ്റൊരു സെൻറ്റൻസ്, എൻ്റെ ബാഗ് ആരോ മോഷ്ടിച്ചു. എൻ്റെ ബാഗ് ആരോ മോഷ്ടിച്ചു. അപ്പം ആരോ എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ സംവൺ എന്ന് ഉപയോഗിക്കാം കേട്ടോ. സംവൺ, ആരോ ഒരാൾ എന്നാട്ടോ. ആരാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നില്ല, ആരോ ഒരാൾ. ഓക്കെ, അപ്പോൾ സംവൺ എന്ന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആരോ ഒരാൾ എൻ്റെ ബാഗ് മോഷ്ടിച്ചു എന്ന് എങ്ങനെ പറയാം? സംവൺ സ്റ്റോൾ മൈ ബാഗ്. സ്റ്റീലിൻ്റെ പാസ്റ്റ് ഫോം സ്റ്റോൾ എന്നാട്ടോ. അപ്പോൾ സംവൺ സ്റ്റോൾ മൈ ബാഗ്, എൻ്റെ ബാഗ് ആരോ മോഷ്ടിച്ചു. ഓക്കെ, ഇനി എന്നെ ആരോ വിളിച്ചു. Someone called me. ഓക്കെ, എന്നെ ആരോ വിളിച്ചു. Someone called me. ഇനി എന്നെ ആരോ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇതെങ്ങനെ പറയാം? എനിക്ക് തോന്നുന്നു എന്ന് പറയാനായിട്ട് ഐ ഫീൽ എന്ന് ഉപയോഗിക്കാം കേട്ടോ. ഐ ഫീൽ someone calling me. വിളിക്കുന്നത് പോലെ എന്ന് വെച്ചാൽ ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്ന പോലെ എന്നാട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ ING ഫോം ഉപയോഗിച്ചിട്ടോ. someone calling me. I feel someone calling me. എന്നെ ആരോ വിളിക്കുന്ന പോലെ തോന്നുന്നു. ഇനി എന്നെ ആരോ വിളിച്ച പോലെ എനിക്ക് തോന്നി. ഇതെങ്ങനെ പറയാം? തോന്നി എന്നാണ് പറഞ്ഞത് അല്ലേ. സോ ഐ ഫെൽറ്റ്. ഫീൽ തോന്നുക, അതിൻ്റെ പാസ്റ്റ് ഫോം ഫെൽറ്റ്. ഐ ഫെൽറ്റ് someone called me. കോൾ വിളിക്കുക, കോൾഡ് വിളിച്ചു. എന്നെ ആരോ വിളിച്ച പോലെ തോന്നി. ഐ ഫെൽറ്റ് someone called me. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 4 ടൈപ്പ് സെൻറ്റൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ സെൻറ്റൻസുകൾ മേക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കോൺവെർസേഷനിൽ ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.